ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ശാരദാമ്മയും ശ്യാമയും ശാലിനിയും എല്ലായിടവും തേടുകയാണ്. രണ്ടുപേരും നോക്കിയിട്ടൊന്നും കാണുന്നില്ല. അവസാനം കുടുംബശ്രീ ഹോട്ടലിന്റെ അവിടേക്ക് പോകുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോഴാണെങ്കിൽ ശാലിനിയുടെ കരച്ചിൽ കേൾക്കുന്നു. ശാരദാമ്മ ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ ശാലിനിയെ കാണുന്നുണ്ട്. അകത്തേക്ക് കയറാനും പറ്റുന്നില്ല. ഡോറ് പൂട്ടിയിരിക്കുകയാണ്. ശാലിനിയോട് കീ എടുത്ത് തുറക്കാനെന്നൊക്കെ പറയുന്നുണ്ട്. ശാലിനി അപ്പോൾ എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നു. ശാലിനി പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് വേദനിക്കുന്നു എന്നൊക്കെ. ശാരദാമ്മ സമാധാനപ്പെടുത്തുന്നുണ്ട്. ശ്യാമയോട് വേറൊരു കീ ഉണ്ട്, അത് എടുത്തിട്ട് വരാനെന്ന് പറഞ്ഞു വിടുന്നുണ്ട്. ശ്യാമയാണെങ്കിൽ ഓടിപ്പോയി കീ എടുക്കുന്നു. കീയുമായിട്ട് ഓടി വെളിയിലേക്ക് വരുമ്പോൾ സത്യാമ്മയും രോഹിത്തും വീട്ടിലേക്ക് വരുന്നുണ്ട്. സത്യാമ്മ ശ്യാമയോട് ചോദിക്കുന്നുണ്ട് രാത്രിയിൽ ഓടിപ്പിടിച്ച് എങ്ങോട്ടാണ്, എന്താണ് ഇത്ര വെപ്രാളമെന്നൊക്കെ ചോദിക്കുന്നു. ശ്യാമയാണെങ്കിൽ എന്തു പറയണമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുകയാണ്. ശാരദാമ്മയാണെങ്കിൽ ശാലിനിയോട് പറയുന്നുണ്ട് കാറുമായിട്ട് സത്യാമ്മ വന്നിട്ടുണ്ടെന്ന്. ശാലിനി അപ്പോൾ പറയുന്നുണ്ട് ഞാൻ വേദന സഹിച്ചോളാം, അമ്മ ഇവിടെ നിന്നാൽ അവർക്ക് സംശയം തോന്നും, അതുകൊണ്ട് അമ്മ അങ്ങോട്ട് ചെല്ലാനെന്ന് പറയുന്നു. ശാരദാമ്മ അപ്പോൾ സത്യാമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നു. സത്യാമ്മ ശാരദാമ്മയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ നല്ലതായിട്ട് മകളെ നോക്കുമെന്ന് കരുതിയല്ലേ ഞാൻ അവളെ ഇങ്ങോട്ട് അയച്ചത്, എന്നിട്ട് നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? അവള് രാത്രിയിൽ വരെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഗർഭിണികൾ സന്ധ്യ സമയം കഴിഞ്ഞാലേ ഇറങ്ങാൻ പാടില്ല, എന്നിട്ട് എന്താണ് ഇവൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു. സത്യാമ്മ പറയുന്നുണ്ട് ശ്യാമ ഇന്ന് തന്നെ ഹോസ്പിറ്റൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കണമെന്നൊക്കെ. ശാരദാമ്മ അപ്പോൾ ചോദിക്കുന്നുണ്ട് മറ്റന്നാളല്ലേ ഡേറ്റ്, പിന്നെന്തിനാണ് ഇപ്പോഴേ പോകുന്നതെന്ന്. സത്യാമ്മ അപ്പോൾ പറയുന്നുണ്ട് പ്രസവ വേദന എപ്പോ വേണമെങ്കിലും വരാം, അതുകൊണ്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇപ്പൊ തന്നെ ശ്യാമയെ കൂട്ടിയിട്ട് പോവാമെന്നൊക്കെ പറയുന്നു. ശാരദാമ്മ പറയുന്നുണ്ട് നിങ്ങൾ പൊക്കോളൂ, ഞാൻ പിറകെ വന്നേക്കാം, ശാലിനി കുളിച്ചുകൊണ്ടിരിക്കുകയാണ്, അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വന്നേക്കാമെന്നൊക്കെ പറയുന്നു. രോഹിത്തിന്റെയും സത്യാമ്മയുടെയും കൂടെ ശ്യാമ വീട്ടിൽ നിന്നും ഇറങ്ങുന്നു. ശ്യാമ കാറിൽ കയറുന്നതിന് മുമ്പ് കീ വെളിയിലേക്ക് ഇട്ടിട്ടാണ് പോകുന്നത്. ശ്യാമ കാറിൽ കയറിയതിനു ശേഷവും കരയുന്നുണ്ട്. അപ്പോൾ സത്യാമ്മ ചോദിക്കുന്നുണ്ട് എന്തിനാണ് സങ്കടപ്പെടുന്നത്, ഡെലിവറിയൊക്കെ ഓർത്തിട്ടാണോ? അതിന് വിഷമിക്കേണ്ട, ഒന്നും പേടിക്കാനില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമയെ സമാധാനിപ്പിക്കുകയാണ്. അതേസമയം ശ്യാമ കുഞ്ഞേച്ചി ഓർത്തിട്ടാണ് വിഷമിക്കുന്നത്. ശാരദാമ്മയാണെങ്കിൽ കീക്ക് എന്ത് ചെയ്യുമെന്നൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുമ്പോഴാണ് നിലത്ത് കിടക്കുന്ന കീ കാണുന്നത്. ഉടനെ തന്നെ കീ എടുക്കുന്നു. അതിനുശേഷം ദൈവത്തോട് നന്ദി പറഞ്ഞിട്ട് ഹോട്ടൽ പോയി ഓപ്പൺ ചെയ്യുകയാണ്. ശാലിനിയെ പിടിച്ചെഴുന്നേൽപ്പിക്കാനൊക്കെ ശാരദാമ്മ ശ്രമിക്കുന്നു. ശാരദാമ്മ ഉടനെ തന്നെ ശാന്തയെ ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട് ശാലിനിക്ക് പ്രസവ വേദന തുടങ്ങി, ഒരു ഓട്ടോ പറഞ്ഞു വിടാനെന്നൊക്കെ പറയുന്നു. ഉടനെ തന്നെ ശാന്ത ഒരു ഓട്ടോയുമായിട്ട് വരുന്നുണ്ട്. സത്യാമ്മയും അതുപോലെ ശാന്ത എല്ലാവരും കൂട്ടി ശാലിനിയെ ഓട്ടോയിൽ കയറ്റുന്നു. ശാന്ത എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറയുന്നു. അതിനുശേഷം ഓട്ടോയിൽ ശാരദാമ്മയും ശാലിനിയും പോകുന്നു. ശാലിനിക്ക് പെയിൻ കൂടിക്കൊണ്ടേയിരിക്കുന്നു. ആ സമയത്ത് ശാരദാമ്മ ഓട്ടോക്കാരനോട് പറയുന്നുണ്ട് കുറച്ച് സ്പീഡിൽ പോകാനെന്നൊക്കെ. അയാൾ അപ്പോൾ പറയുന്നുണ്ട് ഈ ഓട്ടോയിൽ അത്രയൊക്കെ പോകാൻ പറ്റത്തുള്ളൂ, വഴിയൊക്കെ ശരിയല്ല എന്ന് പറയുന്നു. മാത്രമല്ല ഈ ഓട്ടോയുടെ കണ്ടീഷനും അത്ര ശരിയല്ല, പിന്നെ ഇങ്ങനെ ഒരു എമർജൻസി ആയതുകൊണ്ട് വന്നതാണെന്നൊക്കെ പറയുന്നു. ശാലിനിക്ക് ഒരുപാട് വേദനിക്കുന്നുണ്ട്, അമ്മയെന്നും പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. ഓട്ടോക്കാരൻ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്താൻ ഒരു ഷോർട്ട് കട്ടിലൂടെ പോകാമെന്നൊക്കെ പറയുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്